നിറഞ്ഞ നന്മ നിറഞ്ഞ 60 വർഷങ്ങൾ പോള് പിന്നിലാണ്. ഈ 60 വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരം കഥകൾ പോളിന് പറയാനുണ്ടാവും അല്ലേ? എത്ര വയസ്സിലാണ് ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയത്? 18 വയസ്സിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയ ഒരു കൊച്ചുമോൻ ഇന്ന് 60 വയസ്സും പിന്നിടുമ്പോൾ എണ്ണമറ്റാത്ത അനുഗ്രഹങ്ങള് കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹത്തിന്റെ കൊടുമുടിയിൽ കർത്താവ് എത്തിച്ചേക്കുന്ന ഒരു അനുഭവമാണ് പോളിന് തോന്നുന്നുണ്ടാവുക എനിക്ക് തോന്നണേ അല്ലേ? ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു അനുഭവം പറയാമോ? അതൊരു പ്രത്യേകമായിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് മനസ്സിൽ കിട്ടിയ ഒരു അനുഭവം. മോൻ ആദ്യമായിട്ട് ജനിച്ച ദിവസം അല്ലേ? ഏറ്റവും സങ്കടം തോന്നിയ ഒരു അനുഭവം വല്ല ഉറക്കെ പറയാൻ കുഴപ്പമില്ലെങ്കിൽ തരണം ചെയ്യുന്ന കൂട്ടത്തിലാണ്. ജനിച്ചപ്പോ തന്നെ അത്ഭുതത്തിന്റെ അടയാളം തമ്പുരാൻ തന്നെ ചില ജീവിതങ്ങളുടെ ആരംഭത്തിൽ തന്നെ വലിയ അടയാളങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ ഈശോയുടെ ജനനത്തില് നക്ഷത്രം വന്ന് മുമ്പിൽ നിന്നു അല്ലെ? പൂജാരാജകന്മാര് വന്ന് കാണുന്നു, ഹെറോദസിന്റെ ഒരു ഇന്റർവെൻഷൻ, പീലാത്തോസിന്, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിക്കുന്ന മനുഷ്യരുണ്ട് ചിലര്. പോളിന്റെ ജീവിതത്തിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു അല്ലേ? പോൾ നിങ്ങൾ പണ്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അടയാളം ഒന്ന് പറയാമോ? നടക്കൂലായിരുന്നു. അതൊന്ന് പറഞ്ഞ എത്ര വയസ്സ് വരെ? 3 വയസ്സിലാണ് മനസ്സിലാക്കി. 3 വയസ്സ് വരെ പോള് നടക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയാവോ അത്? ഇല്ല. 3 വയസ്സ് വരെ നടക്കാത്ത ഒരു മോനെയും കൊണ്ട് അമ്മച്ചി ഔസേപിതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എങ്ങനെയാണ് നടക്കുന്ന അനുഭവം ഇവിടെ ഒമ്പതാമത്തെ നൊവേന കൂടി കഴിഞ്ഞപ്പം എണീറ്റ് നടന്നു വീട്ടിലല്ല പള്ളിയിൽ വെച്ച്. ഇവിടെ കളമശ്ശേരി പള്ളി, സോഷ്യൽ പള്ളി. അവിടെ പൊട്ടുന്ന മണി 10 ലക്ഷത്തിന്റെയാ. 10 ലക്ഷത്തിന്റെ മണിയാണ് പോള് ആ പള്ളിയില് പോളിന്റെ മെമ്മറിക്ക് അടിച്ചുകൊണ്ടിരിക്കണേ. 10 ലക്ഷത്തിന്റെ വിലയല്ല ഞാൻ പറയണത്. എന്നാലും അത് പോള് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ഇടയ്ക്ക് അത് ഓർക്കും. ആ മണി അടക്കം ഞാൻ കേട്ടിട്ടില്ലേ മണിയൊന്നും, പക്ഷെ എൻ്റെ മനസ്സിൽ പോളെന്ന് പറയുമ്പോൾ ആ റിലേഷൻ അപ്പം വരും. ആ ഒരു പള്ളിയിൽ വെച്ച് തമ്പുരാന്റെ 9 നൊവേന കൂടിയ അമ്മയുടെ വിശ്വാസത്തിന്റെ ആഴം. കാരണം ജോസഫ് പോൾ എന്നാണല്ലോ, അപ്പൊ പോൾ ജോസഫ് എന്നാണല്ലോ. അപ്പൊ ശരിക്കും ഔസേപിതാവിന്റെ ഒരു സംരക്ഷണം പോളിന് ഉണ്ടായിട്ടുണ്ട് അല്ലേ? 3 വയസ്സ് വരെ നടക്കാതെ ഇരുന്ന മകൻ നടന്നെന്ന് മാത്രമല്ല, കുടുംബത്തിലേക്ക് ഏറ്റവും ഒരു ലെവലിലേക്ക് എത്തി, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. അപ്പൊ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു പോളുടെ വീട്ടിലെ കുട്ടിക്കാലം? കുട്ടിക്കാലം ഇവിടെ തന്നെ ആയിരുന്നില്ല. എവിടെ? സെന്റ് ജോർജ് സ്കൂളിൽ 7th വരെ. 8th തൃശ്ശൂർക്ക് പോയി. കാക്കനാട് സ്കൂളിലേക്ക് വന്നു. ഓക്കെ. വീട്ടിലെ ചുറ്റുപാട് എങ്ങനെയായിരുന്നു അന്ന്? ഫാമിലിയായിട്ടാണ് താമസിച്ചോണ്ടിരുന്നത്. ഇക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ എന്തായിരുന്നു അന്ന്? സാമ്പത്തിക മേഖലയൊക്കെ എങ്ങനെയായിരുന്നു? ഫിനാൻഷ്യൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോന്നിട്ടല്ലേ ഉള്ളൂ. അല്ല, കുഞ്ഞായിരിക്കുമ്പോ അപ്പൻ ചേട്ടന്മാരൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ്സിലേക്ക് ഈ ബിസിനസ് തന്നെ തുടങ്ങി. ഫാദറായിട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പച്ചൻ തന്നെ തുടങ്ങി. അപ്പച്ചനും മൂത്തയായിട്ട് തുടങ്ങി. അത് കണ്ടിന്യൂ ചെയ്ത് പോയി. പിന്നെ ഷോപ്പിട്ട് സാനിറ്ററി അതിലേക്ക് കൊണ്ട് 95 വരെ 97 വരെയൊക്കെ എനിക്ക് ചാർജ് അതിനുശേഷം ഞാൻ വീട്ടിൽ മാറി. കോൺട്രാക്റ്റിലേക്ക് കയറി, റിയൽ എസ്റ്റേറ്റിലേക്ക് കയറി. ഇതൊക്കെ കൂടി ഓർക്കുമ്പോൾ എന്താണ് മനസ്സിൽ പറയുന്ന ഒരൊറ്റ ഒരു ചിന്ത? ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇന്നത്തെ സ്റ്റാറ്റസിൽ ഇത്ര എത്തി ഞാനത് അതിനെല്ലാം കൂടി നോക്കുമ്പോൾ ഒറ്റ വാക്കിൽ എന്തോ പറയാം? എല്ലാം ദൈവം തന്നു. തരാത്തൊന്നുമില്ല, എല്ലാം തന്നു. ആഗ്രഹിച്ച എല്ലാം ദൈവം തന്നു. അതിനെന്തായിരിക്കും കാരണം? തമ്പുരാൻ ഇത്ര സ്നേഹം പോളിനോട് വരാൻ? ഇപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൂത്രവിധി ചെയ്യണ്ട. ആ പദ്ധതി ചെയ്യാൻ എന്തെങ്കിലും സൂത്രം തമ്പുരാനോട്, എന്തെങ്കിലും പ്രാർത്ഥനാ ജീവിതമോ അല്ലെങ്കിൽ ഒരു ആത്മീയതയോ അല്ലെങ്കിൽ ആ ഒരു കണക്റ്റഡ്നെസ് എങ്ങനെ കീപ്പ് ചെയ്യും? പ്രാർത്ഥന
പ്രാർത്ഥന ചെയ്യാറുണ്ട്. ആ ഒരു കണക്റ്റഡ്നെസ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാക്സിമം നോക്കാറുണ്ട്. മാക്സിമം നോക്കാറുണ്ട്. ഫാദർ പഠിപ്പിച്ചതാണ് മറ്റേ മാതാവിൻ്റെ പള്ളി, മറ്റേ അന്തരിച്ചിൻ്റെ പള്ളി, മറ്റേ ഔദ്യോഗികതാവിൻ്റെ പള്ളി, യുദ്ധത്തിൻ്റെ പള്ളി, അതാ ഓർമ്മ വെച്ച് മിക്കവാറും പോകാൻ പറ്റുന്ന പോയിട്ടുണ്ട്. ഇപ്പം മിക്കവാറും ഞാനൊരു വീട്ടിൽ ചെല്ലാറുണ്ട്. പറ്റുമെങ്കിൽ ആ നവേനെ വീട്ടിൽ ചെല്ലും. വെള്ളിയാഴ്ചക്ക് സുന്നാൻ്റെ പള്ളി. ആ ഒരു കണക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഞാൻ വിചാരിക്കുന്ന പോളിനെ ഞാൻ കാണുന്നത് വളരെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്താ നമ്മൾ ആദ്യം കണ്ടിരുന്നത്? ഞങ്ങളൊരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോളിനെ കാണുന്നത്. ഒരു വ്യക്തിയുടെ ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലാതെ പോളിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടല്ല. പോളിൻ്റെ അറിവിലുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ വന്നത്. വളരെ ചെറുപ്പമാണ്, കുഞ്ഞ് 1 വയസ്സോ 1.5 വയസ്സോ അങ്ങോട്ട് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഉണ്ണിക്കുട്ടൻ അത്രേ ആയിട്ടുള്ളൂ ആ സമയത്ത് ഞാൻ കണ്ടേ. അവിടുന്ന് ആ ബന്ധം ഇത്രയും കാലം കുറേ ആളുകളെ റെഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ദൈവം അനുവദിച്ച് ഒരു കൂട്ടായ്മയിലുള്ള പ്രവർത്തനം, പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നത്. പോളിൻ്റെ ഇൻട്രോഡക്ഷൻ തന്നെയാണത്. ഇവരൊക്കെ ആരംഭം തുടങ്ങി നമ്മളന്ന് വന്നതും നമ്മൾ ഇടിവിട്ട് കൊണ്ടുപോലെ ആയതും സാറന്മാർ കൂടെ വന്നപ്പോൾ പോള് പറഞ്ഞതും 3-ാം നില ഞാൻ പണിയാം ഇങ്ങനെ ഒരു ആഗ്രഹം, അതൊക്കെ. അപ്പം ഞാൻ വിചാരിക്കണേ കാശുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിലും നിങ്ങളെപ്പോലെയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന, ഇപ്പോൾ ഇതേ ദൈവം ഇല്ലാണ്ടിരിക്കുന്നത്, സേവയോടെ ഇല്ലാണ്ടായി പോയി, എന്നാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അധികം നമ്മൾ കണ്ടിട്ടില്ല. ഉള്ളവരെല്ലാവരും ചെയ്യണമെന്നില്ല. എന്തെങ്കിലും പബ്ലിസിറ്റി കിട്ടുന്ന ഇടങ്ങളിലാണ് എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് പറഞ്ഞ പോലെ വലത് കൈ കാണേണ്ട ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആ വചനം കീപ്പ് ചെയ്യുന്ന മനുഷ്യരായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിസ്സാര കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ ഈ ഹോമിൻ്റെ കാര്യം, ശാന്തിതീരത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിച്ച് കൊച്ചു കാര്യങ്ങൾ പോലും വലിയതായിട്ട് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു നല്ല മനസ്സ്. സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ വലിയ മനസ്സിൻ്റെ ഉടമകൾ, കണ്ടാൽ ചെറുതാണെങ്കിലും വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഹൃദയം കൊണ്ട് വലുപ്പം ഉള്ള മനുഷ്യർ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എനിക്ക് പറയാനുള്ളതാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് കുട്ടിക്കാലം മുതൽ 7 വയസ്സ് മുതൽ പോളിലുണ്ട്. 3 വയസ്സ് മുതൽ പോളിലുണ്ട്. അതാണ് ഇന്ന് വളർന്ന് 60 ആയേക്കണേ. അപ്പോൾ ഈ 60 കൊല്ലം കർത്താവ് പോളിന് നിന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നന്ദി പറയാണ്. ഇനി മുന്നോട്ട് ഒരുപാട് കർത്താവിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ളൊരു വ്യക്തിയായിട്ട് അങ്ങ് മാറട്ടെ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഒരുപാട് നന്മകൾ നേരുന്നു, ഒരുപാട് പ്രാർത്ഥന. ഇനി ഇവിടെ ഇല്ലാത്ത എല്ലാവരുടെയും കൂടി പേരിൽ ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുകയാണ്.